നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന പേരാണ് ജ്യോതി മൽഹോത്ര. വളരെ പ്രശസ്തയായിട്ടുള്ള യൂട്യൂബറും വ്ളോഗറും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിന് പിന്നിലുള്ള അവരുടെ പല ചാര സംഘടനകളെക്കുറിച്ചിട്ടുള്ള രഹസ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പല മേഖലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവർ പാകിസ്ഥാൻ ചാര സംഘടനയ്ക്ക് ഇവിടുത്തെ പല തന്ത്രപ്രധാനമായിട്ടുള്ള രഹസ്യങ്ങളും കൈമാറുകയായിരുന്നു. ഏതായാലും അവർ അറസ്റ്റിലായിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വീണ്ടും ഇപ്പോൾ ആശങ്കയാകുന്നത് അവർ കേരളത്തിലും എത്തിയിരുന്നു. അതിൽ കണ്ണൂര് തെയ്യത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ചില ദൃശ്യങ്ങളും അതിൻ്റെ വീഡിയോസൊക്കെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അവിടെ വളരെ തന്ത്രപ്രധാനമായിട്ട് മേഖലയായിട്ടുള്ള കണ്ണൂരിൽ അവിടെ എത്തിയത് ആരുടെ സഹായത്തോടെ, അല്ലെങ്കിൽ അവർക്ക് അവിടെ സഹായം നൽകിയത് ആര് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഹരിയാനയിൽ നിന്നുള്ള ഈ ട്രാവൽ ലൈഫ് വ്ളോഗർ ഇന്ത്യക്കെതിരെ ചാരവൃത്തി ചെയ്തു എന്ന ആരോപണത്തിൽ നിരവധി വിവാദങ്ങളിലാണ് അകപ്പെട്ടിരിക്കുന്നത്. താൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ജ്യോതി മൽഹോത്ര സമ്മതിച്ചിട്ടുണ്ട്. അപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് താൻ ചെയ്തതിലൊരു തെറ്റുമില്ലെന്നാണ് ജ്യോതി മൽഹോത്ര ആരോപിക്കുന്നത്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വളരെ പ്രശസ്തയായ ജ്യോതി മൽഹോത്ര നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് അവരുടെ ട്രാവൽ വീഡിയോകളിൽ നിന്നും വ്ളോഗുകളിൽ നിന്നും വ്യക്തമാകും. കൂടാതെ രാജ്യത്തും വിദേശത്തും പലപ്പോഴും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്തിരുന്നു. അതൊരു യാത്രിക എന്ന നിലയിൽ അവരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ഇപ്പോഴതാ അതിലേക്ക് നമ്മുടെ കേരളത്തിന്റെ പേരും കൂടി ഉയർന്നു കേൾക്കുകയാണ്. കാരണം ഈ പറയുന്ന അറസ്റ്റിലായിട്ടുള്ള വ്ളോഗർ ജ്യോതി മൽഹോത്രയ്ക്ക് കണ്ണൂരിലും ബന്ധങ്ങളെന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ തെയ്യക്കാലത്ത് കളിയാട്ടങ്ങളുടെ ഭൂമികയായ പയ്യന്നൂരിലും ഇവർ എത്തിയിട്ടുണ്ടെന്ന തെളിവുകളും ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. ഏത് ഗൈഡിന്റെ കൂടെയാണ് ഇവർ പയ്യന്നൂർ സന്ദർശിച്ചതെന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം അന്വേഷിച്ചു വരുന്നത്. ഏഴിമല നാവിക അക്കാദമി ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് പയ്യന്നൂർ. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവകരമായാണ് കേന്ദ്രം രഹസ്യാന്വേഷണ വിഭാഗം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. വർഷങ്ങളായി പാകിസ്ഥാൻ ബന്ധം വെച്ചു പുലർത്തുകയാണ് ജ്യോതി മൽഹോത്ര. അങ്ങനെയുള്ള ജ്യോതി മൽഹോത്ര വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള കേരളത്തിലെ ഒരു ജില്ലയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ അതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആഴത്തിൽ അന്വേഷിക്കുന്നത്. പയ്യന്നൂരിലെ കാങ്കോൽ ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ ജ്യോതി മൽഹോത്ര എത്തിയതായാണ് കരുതുന്നത്. ഇവിടെ ഉത്സവത്തിന്റെ വീഡിയോ വ്ലോഗ് ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ശിവനോടൊപ്പം സ്വയംഭൂവായി വനശാസ്താവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന പുരാതന ക്ഷേത്രമാണ് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രം. കഴിഞ്ഞ ജാനുവരിയിൽ കേരളത്തിൽ നടത്തിയ 7 ദിവസത്തെ സന്ദർശനത്തിനിടെയാണ് ജ്യോതി കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഇത് ആരോടൊപ്പമാണ് എത്തിയത്, അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ തീർച്ചയായിട്ടും പുറത്തുനിന്നും ഒരു സഹായം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ളൊരു സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ അത് ആരാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത്. കേരള സന്ദർശനത്തിനിടെ ജ്യോതി കൊച്ചി മട്ടാഞ്ചേരിയിലെ കപ്പൽശാലയിലും സന്ദർശനം നടത്തിയതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മട്ടാഞ്ചേരിയിലെ ഹോട്ടലിലായിരുന്നു ഈ കാലയളവിൽ ജ്യോതി താമസിച്ചിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലാണ് ജ്യോതി തന്റെ ട്രാവൽ വ്ളോഗുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ട്രാവൽ വ്ളോഗ് എന്ന പേരിൽ എത്തി തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ അവിടുത്തെ വിവരങ്ങളൊക്കെ തന്നെ ചോർത്തി കൊടുക്കാൻ തന്നെയായിരിക്കാം ജ്യോതി മൽഹോത്ര ഇവിടെയും എത്തിയിട്ടുണ്ടാവുക. ഏഴിമല നാവിക അക്കാദമി, DSC സെന്റ്, CRPF ക്യാമ്പ് തുടങ്ങി പ്രതിരോധ മേഖലയായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളിലില്ലാത്ത പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുദ്ദേശത്തിലാണ് ഇവർ കണ്ണൂരിലെത്തിയതെന്നും ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇവർക്ക് ലഭിച്ചോ എന്നും അന്വേഷണ പരിധിയിലുണ്ട്. കഴിഞ്ഞ ജാനുവരിയിൽ ജ്യോതി ഇവിടെ എത്തിയെന്നാണ് കരുതുന്നത്. തെയ്യത്തിൽ നിന്ന് പ്രസാദം വാങ്ങുന്ന ചിത്രം ജ്യോതിയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ നടത്തിയ 7 ദിവസത്തെ സന്ദർശനത്തിനിടയിലാണ് ജ്യോതി ഈ ക്ഷേത്രത്തിൽ എത്തിയതെന്നാണ് കരുതുന്നത്. അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയെ കോടതി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കേരളത്തിലെ സന്ദർശനത്തിനിടെ ജ്യോതി കൊച്ചി മട്ടാഞ്ചേരിയിലെ കപ്പൽശാലയിലും സന്ദർശനം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. മട്ടാഞ്ചേരിയിലെ ഹോട്ടലിലാണ് ഈ കാലയളവിൽ ജ്യോതി താമസിച്ചിരുന്നത്. ജ്യോതി മൽഹോത്ര തോക്കേന്തിയ അംഗരക്ഷകരുടെ അകമ്പടിയോടെ പാകിസ്ഥാനിലെ അനാർക്കലി ബസാറിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ യൂട്യൂബ് വീഡിയോയിലൂടെ പുറത്തു വന്നിരുന്നു. മറ്റൊരു വ്ളോഗറാണ് ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തി അല്ലെങ്കിൽ തന്റെ ക്യാമറയിൽ കിട്ടിയ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപായിരുന്നു ഇവരുടെ പാകിസ്ഥാൻ സന്ദർശനം.
പാക് ചാര സംഘടനകളുമായി ജ്യോതി സ്ഥിരമായി ആശയവിനിമയം നടത്തിയിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ ചാറ്റുകളടക്കം അന്വേഷണ സംഘങ്ങൾക്ക് തെളിവായി ലഭിച്ചിട്ടുണ്ട്. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാര സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ജ്യോതിയെ അറസ്റ്റ് ചെയ്തത്. 3 തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെക്കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചുവെന്നാണ് സൂചനകൾ. 2023 ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത്. ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇസാനു റഹീം എന്ന ഡാനിഷ്. ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം ജ്യോതി ആദ്യമായി പാകിസ്ഥാനിൽ പോയി. യൂട്യൂബിൽ 3,70,000 സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ 1,32,000 ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ളോഗറാണ് ജ്യോതി മൽഹോത്ര. ഇക്കഴിഞ്ഞ മാർച്ചിലും യുവതി പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള വീഡിയോകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കൃത്യം അവിടുന്ന് 1 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഏപ്രിലിൽ ഇവിടെ പഹൽഗാം ഭീകരാക്രമണം നടന്നത്. ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ പാകിസ്ഥാൻ, തായ്ലാന്റ്, ഇന്തോനേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുന്നു. ഈ വീഡിയോകളിൽ അവർ പാകിസ്ഥാനെ പ്രശംസിക്കുന്നതിനൊപ്പം അവിടുത്തെ ട്രെയിനുകളുടെയും ബസ്സുകളുടെയും ആഡംബരത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ ലാഹോറിലും പാകിസ്ഥാനിലും മറ്റു നഗരങ്ങളിലും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും അവർ എങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും കാണാം. പാകിസ്ഥാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ അവരുടെ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിൽ കാണാം. പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി, ലാഹോറിൽ പര്യവേക്ഷണം ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി, കറ്റാസ് രാജക്ഷേത്രത്തിലെ ഇന്ത്യൻ പെൺകുട്ടി, പാകിസ്ഥാനിൽ ആഡംബര ബസ്സിൽ ഇന്ത്യൻ പെൺകുട്ടി യാത്ര ചെയ്യുന്നു തുടങ്ങിയ തലക്കെട്ടുകളിൽ നിരവധി വീഡിയോകൾ യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. ഏകദേശം 2 മാസം മുമ്പ് ലാഹോറിലെ അനാർക്കലി ബസാർ, കടാസ് രാജക്ഷേത്രം എന്നിവ സന്ദർശിച്ചതും രാജ്യത്തുടനീളമുള്ള ഒരു ബസ് യാത്രയും കാണിക്കുന്ന നിരവധി വീഡിയോകളും റീലുകളും അവർ പോസ്റ്റ് ചെയ്തു. അവരുടെ ഇൻസ്റ്റഗ്രാം അടിക്കുറിപ്പുകളിൽ ഒന്ന് ഇഷ്ക് ലാഹോർ എന്നാണ്, അതായത് ലവ് ലാഹോർ എന്നാണ്. കൂടാതെ അവരുടെ വീഡിയോകളിൽ ഇന്ത്യൻ പാകിസ്ഥാൻ സംസ്കാരങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങളും കവറേജും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭക്ഷണ രീതികളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബാങ്കോക്ക്, ബാലി തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച വേളയിൽ തായ്ലാന്റിലും ഇന്തോനേഷ്യയിലും ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും ജ്യോതി മൽഹോത്ര സംസാരിക്കുന്നത് കാണാം. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളുള്ള നിരവധി ബസ്സുകൾ ഈ രാജ്യങ്ങളിലുണ്ട്. ഈ ബസ്സുകളിലാണ് അവരുടെ മിക്ക യാത്രകളും. സുഖപ്രദമായ സീറ്റുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെ മറ്റ് നിരവധി സവിശേഷതകളും ഈ ബസ്സുകളിലുണ്ട്. ആഡംബരത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനാൽ ഈ ബസ്സുകളുടെയും ട്രെയിനുകളുടെയും ടിക്കറ്റുകൾ വളരെ ചിലവേറിയതാണ്. ഇതിനിടയിൽ ഇന്ത്യയിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളെക്കുറിച്ചുള്ള വീഡിയോകളും ജ്യോതി മൽഹോത്ര ചെയ്തിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകൾ സുഖകരമായ യാത്രയ്ക്കും മികച്ച സവിശേഷതകൾക്കും പേരുകേട്ടതാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനികൾക്ക് വേണ്ടി ജോലി ചെയ്തുവെന്ന് പറയാം. അതിൽ നിന്ന് അവർ തീർച്ചയായിട്ടും പണം സമ്പാദിച്ചിട്ടുണ്ടാകണം. അത് അവരുടെ ആഡംബര ജീവിതശൈലിയുടെയും ആഡംബര യാത്രകളുടെയും ചിലവുകൾ വഹിക്കുമായിരിക്കും.